സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 2 പേർ മരിച്ചു. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയായ ദമ്പതികളുടെ 3 മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം കണ്ണമംഗലം ചേറൂർ കാപ്പിൽ കണ്ണേത്ത് 52 വയസ്സുള്ള റംലയുമാണ് 24 മണിക്കൂറിനിടെ മരിച്ചത്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇരുവരുടെയും മരണം. കുഞ്ഞിന് രോഗം ബാധിച്ചത് കിണറ്റിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സാമ്പിൾ പരിശോധിച്ചപ്പോൾ അമീബയുടെ സാന്നിധ്യം കിണറ്റിലെ വെള്ളത്തിൽ കണ്ടെത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ 600-ലേറെ പേർ മരിച്ചതായി റിപ്പോർട്ട്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂകമ്പത്തിൽ 2000-ലേറെ പേർക്ക് പരിക്കുണ്ട്. രാജ്യത്തിൻ്റെ തെക്കുകിഴക്കൻ മേഖലയിലാണ് ഭൂകമ്പം നാശം വിതച്ചത്. മരണസംഖ്യ ഇനിയും ഏറെ ഉയർന്നേക്കാമെന്നാണ് താലിബാൻ ഭരണകൂടം അറിയിച്ചത്. ഭൂകമ്പത്തിൽ നിരവധി വീടുകൾ തകർന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. പവന് 680 രൂപ കൂടി 77,640 രൂപയായി. ഗ്രാമിന് 85 രൂപ വർദ്ധിച്ച് 9,705 രൂപയുമായി. ഇത് ആദ്യമായാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില 77,000 രൂപ കടക്കുന്നത്. നിലവിൽ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണ നിരക്കിലാണ് ഇന്നത്തെ വ്യാപാരം നടന്നത്. ബീഹാറിനെ ഇളക്കിമറിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് പാറ്റ്നയിൽ സമാപിച്ചു. ഇന്ത്യ സഖ്യത്തിൻ്റെ ശക്തിപ്രകടനമായി സമാപന ചടങ്ങ് മാറി. 10 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു എന്നാണ് വിവരം. രാവിലെ 11-ന് പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നിന്ന് അംബേദ്കർ പാർക്കിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു പദയാത്ര. CPI-M ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, RJD നേതാവ് തേജസ്വി യാദവ് തുടങ്ങി ഇന്ത്യ സഖ്യകക്ഷിയിലെ പ്രധാന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. 25ാമത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ സൗഹൃദം പങ്കിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മോദിയും ഒരുമിച്ചാണ് വേദിയിലെത്തിയത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും അവഗണിച്ചു. ഷഹബാസ് ഷെരീഫിന് മുന്നിലൂടെയാണ് ഇരുവരും പോയത്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇന്ത്യ ചൈന റഷ്യ ബന്ധം ശക്തിപ്പെടുന്നത് നിലവിലെ ആഗോള സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട നീക്കമായി കരുതുന്നു.